ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ എന്തായാലും ആലപ്പുഴയിലേക്ക് പോകാനായിട്ട് വർഷ തീരുമാനിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശിവയാണെങ്കിലോ കൂടെ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ശിവ എഴുന്നേൽക്കുന്നില്ല കേട്ടോ. എഴുന്നേൽക്കാൻ ഭയങ്കര മടിയായിട്ട് കിടക്കുകയാണ്. താൻ എന്തിനാണോ രാവിലെ വന്ന് വിളിക്കുന്നത്, എനിക്കിപ്പോൾ എഴുന്നേൽക്കാൻ തീരെ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വർഷ ചോദിക്കുന്നുണ്ട്, ഇന്നലെ പറഞ്ഞതല്ലേ ആലപ്പുഴയിലേക്ക് പോകാം എന്ന്, എന്നിട്ട് നീ ഇങ്ങനെ പൂത്ത് പോലെ കിടന്നിറങ്ങിയാൽ ശരിയാവോ? പെട്ടെന്ന് എണീക്ക്, നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. താനിങ്ങനെ ധൃതി വെക്കല്ലേ, എന്തായാലും പോകാം. പിന്നെ ആർച്ചമോളെ നീ ആരെ ഏൽപ്പിക്കാനാ ഉദ്ദേശം? അവളെയും കൊണ്ട് പോകാനാണോ? അവൾ എന്തായാലും കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും മല്ലികാക്ക അവളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മല്ലികാക്കാൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്കാമെന്ന് ഞാനും വിചാരിച്ചു. എന്താ പിന്നെ അങ്ങനെ ആവട്ടെ, നീ കൊണ്ടുപോയി ആക്ക്. അപ്പോഴേക്കും ഞാൻ ഡ്രസ്സൊക്കെ മാറി റെഡി ആകാമെന്ന് പറയുന്നു. അങ്ങനെ വിവേക് ഉണ്ട് കേട്ടോ വീട്ടിൽ. എന്തായാലും വസുന്ധര അവിടെ ഇല്ല. അങ്ങനെ മല്ലികാക്കാൻ്റെ അടുത്ത് കുട്ടീനെയും കൊണ്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. മോളെ നോക്കിക്കോണേ മല്ലികാക്കയെന്ന് പറയുന്നുണ്ട്. വർഷപ്പാപ്പ വിഷമിക്കണ്ട കേട്ടോ, നീ പോയിട്ട് വന്നോ മോളെ, ഞാൻ നല്ല പോലെ എൻ്റെ തുമ്പിയെ നോക്കുന്നത് പോലെ തന്നെ ഞാൻ അവളെ നോക്കിക്കോളാം എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിവേക് ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് ഇവർ ആലപ്പുഴയിലേക്ക് പോവുകയാണെന്നാണ് തോന്നുന്നത് എന്ന രീതിയിൽ. ആ സമയത്ത് വീണ്ടും എന്തായാലും ശിവയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അതിന് കാരണം തന്നെ. ആ സമയത്ത് ഞാനിപ്പോൾ എത്താമെന്ന് പറയുന്നുണ്ട്. പിന്നീട് വർഷയോട് പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് സ്റ്റേഷനിൽ വരെ പോകണം, എനിക്ക് നേരെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നു. തനിക്ക് എപ്പോഴും അങ്ങനെയാണ്, തൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് പോവാന്ന്, എന്നിട്ട് പോലും നിങ്ങൾ ആരും എന്താ അതിലേക്ക് ശ്രദ്ധ ശില്പിക്കാത്തെന്ന് ചോദിക്കുന്നുണ്ട്. എടോ, 1 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും, താൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. വേണ്ടടോ, താനൊന്നും പറയണ്ട, തനിക്കൊക്കെ തൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. എടോ വരാടോ, എന്നിട്ട് നമുക്ക് പോവാം, സമാധാനപ്പെടുമെന്ന് പറയുന്നു. 1 മണിക്കൂർ അത്രമേ വേണ്ടുള്ളൂ. ആ സമയത്ത് നമ്മുടെ ശിവ പോകുന്നത് വിവേക് കാണുന്നുണ്ട്. എന്താണാവോ ഇന്ന് വർഷ കൂടെ പോയിട്ടില്ലല്ലോ, ഇവർ ആലപ്പുഴയിലേക്ക് പോകുന്നില്ലേ എന്ന രീതിയിലാണ് കേട്ടോ അവരുടെ. അതിനുശേഷം തന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ശിവ വരാൻ വേണ്ടിയിട്ട് സമയം നോക്കുന്നുണ്ട്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞത് ഒരുപാട് സമയമായി. അങ്ങനെ ശിവയൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷയൊന്ന് വിളിച്ച് നോക്കുന്നുണ്ട്. ആ സമയത്ത് തനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്നും, കാരണം അത്യാവശ്യമായിട്ട് ഇവിടെ നിൽക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്തായാലും പോവാടോ, തീർച്ചയായും പോവാം എന്ന രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് തനിക്കൊക്കെ തൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ കാര്യം വരുമ്പോഴത്തേനും ആർക്കും ആ ഒരു വിചാരം മാത്രമേ ഇല്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ വിവേക് വിളിച്ച് നമ്മുടെ ശിവയോട് ചോദിക്കുന്നുണ്ട്. കാരണം ശിവ എങ്ങോട്ടാണ് പോയത്, നിങ്ങൾ പോകുന്നില്ലേ എന്ന വിവരമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ശിവ പറയുന്നുണ്ട്, എനിക്കിന്ന് പോകാൻ സാധിച്ചില്ല, കാരണം ഇന്ന് അത്യാവശ്യമായിട്ട് സ്റ്റേഷനിൽ വരേണ്ടി വരുന്നു, ഒരു പ്രശ്നമുണ്ട്, എൻ്റെ പേർക്കാണത്. അത് കാരണം തന്നെ ഞാൻ വർഷയോട് പറഞ്ഞു ഇന്ന് പോകണ്ട, നാളെ പോവാമെന്ന്. പക്ഷേ വർഷയാണെങ്കിലോ ദേഷ്യത്തോടു കൂടി നിൽക്കും. അവൾക്ക് നല്ല ദേഷ്യം വന്നു. ഇപ്പോൾ അവളെ ഞാൻ വിളിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വർഷ എന്താ തീരുമാനിച്ചിരിക്കുന്നത് എന്നറിയില്ല, അവൾ തനിച്ച് പോകുമെന്ന് അറിയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ശിവയാണെങ്കിലോ വർഷയ്ക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ നമ്മുടെ വർഷയാണെങ്കിലോ ആലപ്പുഴയിലേക്ക് ബസ് ഇറങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ആലപ്പുഴയിൽ സ്വന്തമായിട്ട് അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത്, ശ്രീനാഥിനെ അന്വേഷിച്ച് തന്നെ. അതിനുശേഷം തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് കൈനഗിരി വരെ പോകണമെന്ന് പറയുന്നു. ആ സമയത്ത് ആ ഓട്ടോക്കാരൻ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനാണെങ്കിൽ 2 ബോട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അവിടെ എത്താമെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഓട്ടോ പോയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഓട്ടോ പോകണമെങ്കിൽ ഓട്ടോ കുറച്ച് വളവും തിരിവൊക്കെ ഉണ്ട്, വളയ്ക്കാനും തിരിക്കാനും പറ്റിയൊരു സാധനമാണല്ലോ ചേട്ടാ ഇതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, കുറച്ച് പൈസ കൂടുതലാവും, ഒരു 400 രൂപയാവും എന്ന് പറയുന്നുണ്ട്. മോൾ ഒരു 350 രൂപ തന്നാൽ ഞാൻ എന്തായാലും അവിടെ എത്തിച്ചു തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എന്തായാലും പോവാൻ ചേട്ടാ എന്ന് പറയുന്നു. പിന്നീടാണെങ്കിലോ വർഷ എന്തായാലും ഫോണൊന്ന് ഓണാക്കി നോക്കിയാലോ, കാരണം ശിവ വിളിച്ചിട്ടുണ്ടോ എന്ന് അറിയാമല്ലോ. എങ്കിൽ വേണ്ട, എൻ്റെ കാര്യത്തിന് വരാൻ താല്പര്യമില്ലാത്തവളല്ലേ, ഇനി അവളുടെ ഫോൺ അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നു. പിന്നീടാണെങ്കിലോ നമ്മുടെ ശിവയാണെങ്കിലും ഇന്ന് എന്തായാലും ആ കേസ് നടക്കില്ല, സാർ ഇന്ന് വരില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ വർഷയൊന്ന് വിളിച്ച് നോക്കിയാലോ, ഫോണാണെങ്കിൽ വീണ്ടും സ്വിച്ച് ഓഫ് തന്നെ. ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, പെട്ടെന്ന് ഓണാക്കി കഴിഞ്ഞാൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം വർഷ എന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും അതായത് ആ ഒരു സ്റ്റാൻഡിലെത്തിയതിന് ശേഷം, അതായത് കൈനഗിരിയിൽ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ പിന്നീട് വർഷയോട്
പേഴ്സ് നഷ്ടപ്പെട്ട് പോവാട്ടോ ചെയ്യുന്നത്. പൈസ നോക്കുമ്പോൾ പേഴ്സില്ല. ആ സമയത്ത് പേഴ്സ് കാണാനില്ല ചേട്ടാ, ബസ്സിൽ വെച്ച് മറന്നുപോയി എന്നാണ് തോന്നുന്നത്. കുട്ടി എന്താ ഇങ്ങനെ പറയുന്നത്? വിളച്ചിലൊന്നും എടുക്കണ്ട, ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഓടുന്ന ഒരു ഓട്ടോ ആണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ആ സമയത്ത് അവിടെ നിൽക്കുന്ന 2 ചേട്ടന്മാരും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ഈ കൊച്ചി എന്നെ അവിടെ ടൗണിൽ നിന്ന് കയറിയതാണ്, ഇത്രയും ദൂരം വരുമ്പോൾ ഇത്ര പൈസയാവുമെന്ന് ഈ കുട്ടിയോട് പറഞ്ഞത്. ഇപ്പോൾ നോക്കുമ്പോൾ പേഴ്സ് ഇല്ല, പൈസ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എടോ, ഇതേപോലെ ജീവിക്കുന്ന പാവപ്പെട്ട ആൾക്കാരോട് പറ്റിക്കാൻ നിൽക്കരുത്. പിന്നെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടല്ലോ, എങ്കിൽ ആ ചേട്ടൻ്റെ നമ്പറിലേക്ക് പൈസ അയച്ചുകൂടെ? ആ സമയത്ത് GPay അയക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഫോണിലാണെങ്കിൽ ചാർജുമില്ല. എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു. ആരുടെ അടുത്തെങ്കിലും ഈ ഫോണിന് പറ്റിയ ചാർജറുണ്ടോ? എന്നാൽ ഇയാളുടെ പൈസ ഞാൻ ഇപ്പോൾ കൊടുക്കാം. അത്ര നേരം വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല, എൻ്റെ കാശ് ഇപ്പം തന്നെ കിട്ടണം പറഞ്ഞ് വാശിയായി. പെട്ടെന്ന് നമ്മുടെ വിവേക് ആ വഴി വരുന്നുണ്ട് കേട്ടോ. വിവേകാണെങ്കിൽ വർഷയെ ഫോളോ ചെയ്ത് തന്നെ വന്നതാണ്. ആ സമയത്ത് ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ കാശ് എത്രയാടോ തരാനുള്ളതെന്ന് ചോദിക്കുന്നു. എനിക്ക് 350 രൂപ മതി. 400 രൂപയാണ്, 350 മതി എന്ന് പറയുന്നു. 400 എന്നെ 400 ഇരുന്നു, താൻ്റെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട, ഇങ്ങനെയൊന്നും അപമാനിക്കാൻ നിൽക്കരുത്, താൻ വാടോ എന്ന് പറയുന്നു. വർഷയാണെങ്കിൽ വിവേകിനെ കാണുമ്പോൾ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി വിവേകിനോട് എന്ത് പറയുമെന്ന് അറിയില്ല, ആകെ ടെൻഷനായി നിൽക്കുകയാണ്. കാരണം വിവേകിന് ഇതൊന്നും അറിയില്ലല്ലോ. അതായത് ശിവയാണല്ലോ എന്നോട് ശ്രീയേട്ടൻ എവിടെയാണെന്നുള്ളത് പറഞ്ഞത്. വിവേകിനോടൊരു വാക്ക് പറയാതെയാണ് താൻ പോകുന്നത് എന്ന രീതിയിലൊക്കെ വർഷ ചിന്തിക്കുകയാണ്. പക്ഷേ വിവേകിനറിയാം ഇതെല്ലാം താൻ അറിഞ്ഞിട്ട് തന്നെയാണ്, ഇതെല്ലാം തന്നെ താൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുന്നതെന്നൊക്കെ. എന്തായാലും ഇതിൽ എന്തൊക്കെയുള്ള കഥകളുടെ മാറ്റം എന്നുള്ളത് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം